ഹല്ലേലൂയ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മതബോധനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനന്യവചനം, തുടർന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാതാവ്, തുടർന്ന് വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥങ്ങൾ, ഇതെല്ലാം പഠിച്ചു. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം, വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മളതിനൊരു പദ്യം പഠിച്ചായിരുന്നു. സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അക്ഷരാർത്ഥം, വിശ്വാസത്തിലേക്കാനയിക്കുന്ന പ്രതീകാത്മകാർത്ഥം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചൊല്ലുന്ന ധാർമ്മികാർത്ഥം, അന്ത്യമെന്തെന്ന് ചൊല്ലുന്ന സനാതനാർത്ഥം. ഇതാണ് നമ്മൾ അവസാനം പഠിച്ചത് 118 ഖണ്ഡികയിൽ. അപ്പോൾ അങ്ങനെ വിശുദ്ധ വചന വ്യാഖ്യാനം, നമ്മളതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത മാതിരി അതിൻ്റെ വാച്യാർത്ഥം, ഉദാഹരണത്തിന് ചെങ്കടൽ കടക്കുന്ന സംഭവം, അതിൻ്റെ വാച്യാർത്ഥം. എന്നാൽ അതിൻ്റെ പ്രതീകാത്മകാർത്ഥം ക്രിസ്തുവിനെ കുറിച്ച്, അത് ക്രിസ്തു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴാണ് ആ ചെങ്കടൽ കടന്നതും ക്രിസ്തു സംഭവമായിട്ടൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും തന്മൂലം ക്രിസ്തീയ മാമോദീസയുടെയും അടയാളമാണ് അതെന്ന് മനസ്സിലാക്കി. ധാർമ്മികാർത്ഥം, പിന്നെ സനാതനാർത്ഥം, അതിൻ്റെ ആത്മീയമായ നമ്മളിൽ നടത്തുന്ന വിശുദ്ധീകരണത്തിൻ്റെ അർത്ഥവും, അതോടൊപ്പം യുഗാന്ത്യപരമായ സനാതനാർത്ഥം, വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുക്കളെയും സംഭവങ്ങളെയും നമ്മുടെ യഥാർത്ഥ നാട്ടിലേക്ക് ആനയിക്കുന്ന അവയുടെ സനാതന മൂല്യങ്ങളെ ഒരു എസ്കറ്റോളജിക്കൽ യുഗാന്ത്യപരമായ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ നമ്മൾക്കിന്ന് പഠിക്കാനുള്ളത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഓവർവ്യൂ, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ, പഴയ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ്, പുതിയ നിയമത്തിൻ്റെ പ്രസക്തി എന്താണ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അല്പം വിരസതയുണ്ടാകാം, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ സിലബസിൽ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ഞാൻ വായിച്ചു പോകുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടിക, 120 ഖണ്ഡിക, പേജ് നമ്പർ 36. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏതെല്ലാം ലിഖിതങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വിവേചിച്ചറിയാൻ സഭയെ അപ്പസ്തോലിക പാരമ്പര്യം സഹായിച്ചു. അതാണ് ഈ പൂർണ്ണമായ പട്ടിക വിശുദ്ധ ഗ്രന്ഥ കാനൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാനൻ അനുസരിച്ച് പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും, ജെറമിയായും വിലാപങ്ങളും ഒരു പുസ്തകമായി പരിഗണിച്ചാൽ 45 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ആണുള്ളത്. പഴയ നിയമം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, 1 മക്ബായർ, 2 മക്ബായർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂഖ്, എസക്കിയൽ, ഡാനിയൽ, ഹോസിയ, ജോയൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കുക്ക്, സെഫാനിയ, ഹഗ്ഗായി, സക്കറിയ, മലക്കായി അല്ലെങ്കിൽ മലാക്കി. ഇതാണ് പഴയ നിയമപുസ്തകങ്ങൾ. പുതിയ നിയമപുസ്തകങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ,
വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ റോമ, 1 കൊറിന്ത്യോസ്, 2 കൊറിന്ത്യോസ്, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്, ഫിലിമോൻ, എബ്രായർക്കുള്ള ലേഖനം, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ് എന്നിവ ലേഖനങ്ങളും വെളിപാട് പുസ്തകം. ഇതാണ് ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 1117 ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കാനോൻ നിശ്ചയിക്കുന്നതിനെ തുടർന്ന് അതിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. 1117 സഭയുടെ കൂദാശകൾ വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോനെ സംബന്ധിച്ചും സഭയുടെ വിശ്വാസ സത്യത്തെ സംബന്ധിച്ചും ചെയ്തതുപോലെ സകല സത്യത്തിലേക്കും തന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരി എന്ന നിലയിൽ സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും അതിൻ്റെ പരികർമ്മം നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ആരാധന ആഘോഷങ്ങളിൽ നിഷ്കൃഷ്ടമായ അർത്ഥത്തിൽ 7 കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടു. കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട കൂദാശകളാണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭ വിവരിച്ചറിഞ്ഞു. അപ്പം ഇതിൻ്റെ പ്രസക്തി സഭയുടെ ഈ കൂദാശകളെ പോലെ തന്നെ ആ കൂദാശകളെ നിശ്ചയിച്ച അതേ പാരമ്പര്യം തന്നെയാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോനെ സംബന്ധിച്ചും സഭയുടെ വിശ്വാസ സത്യത്തെ സംബന്ധിച്ചും ചെയ്തതുപോലെ സകല സത്യങ്ങളിലേക്കും തന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ വിശ്വസ്ത വിചാരിപ്പുകാരി എന്ന നിലയിൽ സഭ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ഈ നിക്ഷേപത്തെ ക്രമേണ അംഗീകരിക്കുകയും അതിൻ്റെ പരികർമ്മം നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാനോനുകളും സഭയുടെ വിശ്വാസ സത്യങ്ങളും കൂദാശകളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. നമ്മൾ തുടർന്ന് വിശദാംശത്തിലേക്ക് പോവുകയാണ്. എന്താണ് പഴയ നിയമത്തിൻ്റെ പ്രസക്തിയും പുതിയ നിയമത്തിൻ്റെ പ്രസക്തിയും? പഴയ നിയമം 121 ഖണ്ഡികയാണ് പഴയ നിയമം. പ്രൈസ് ദ ലോർഡ്. സുനിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അപരിത്യാജ്യ ഘടകമാണ് പഴയ നിയമം. അതിലെ പുസ്തകങ്ങൾ ദൈവനിവേശിതങ്ങളും സനാതന മൂല്യമുള്ളവയുമാണ്. 92 ഡൈവർബം 14 സെൻറ്റാ വറ്റിക്കാൻ സൂനകത്തോസിൻ്റെ പ്രമേയമാണ്. കാരണം പഴയ ഉടമ്പടി ഒരിക്കലും റദ്ദാക്കപ്പെട്ടിട്ടില്ല. 1093 ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. അപ്പം എന്താണ് ആ പഴയ ഉടമ്പടിയെക്കുറിച്ച് ക്രിസ്തു പെസഹ രഹസ്യത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്? പഴയ ഉടമ്പടിയിൽ പ്രതിരൂപങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിരുന്നവയെ പരിശുദ്ധാത്മാവ് കൗദാശിക പദ്ധതിയിൽ നിറവേറ്റുന്നു. അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സഭ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന സഭ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. അബ്രാഹത്തിനെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാനൊരു ജനതയാക്കും. കേട്ടോ, അത് ഇന്നത്തെ കത്തോലിക്ക സഭയുടെ ഒരു റിമോട്ട് പ്രിപ്പറേഷനായിരുന്നു എന്ന് അബ്രാഹത്തെ വിളിച്ചതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന പോലെ ആ പഴയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലും പഴയ ഉടമ്പടിയിലും വിസ്മരണീയമായ വിധത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ്. അവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഭയുടെ ആരാധനാക്രമം പഴയ ഉടമ്പടിയിലെ ആരാധനയിലെ ചില ഘടകങ്ങളെ സ്വന്തമാക്കുകയും സമഗ്രവും പകരം വയ്ക്കാനാവാത്തതുമായ ഘടകങ്ങളായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രധാനമായി നമ്മളെ ആരാധനാക്രമത്തിൽ പ്രധാനമായി പഴയ നിയമവായനകൾ
സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മുടെ യാമപ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയിലുള്ള സങ്കീർത്തന ആലാപനങ്ങളും ആ സങ്കീർത്തനങ്ങളും രക്ഷാകര രഹസ്യങ്ങളും ക്രിസ്തു വിജ്ഞാനിയുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം ആ പഴയ നിയമത്തിൽ ഒരുക്കപ്പെട്ട പുതിയ നിയമമാണ്. സർവോപരി ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ നിറവേറിയ രക്ഷാകര സംഭവങ്ങളുടെയും ശ്രദ്ധേയങ്ങളായ യാഥാർത്ഥ്യങ്ങളുടെയും അനുസ്മരണം. അതാണ് ക്രിസ്തു രഹസ്യത്തിൽ നിറവേറിയ രക്ഷാകര സംഭവങ്ങളുടെയും ശ്രദ്ധേയങ്ങളായ യാഥാർത്ഥ്യങ്ങളുടെയും അനുസ്മരണം. ഉദാഹരണത്തിന് വാഗ്ദാനവും ഉടമ്പടിയും ഉണ്ടോ? കർത്താവ് അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്തു, ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി നിറവേറുന്നത്, പൂർത്തിയാവുന്നത് ഈശോ മിശിഹായിലൂടെയാണ്. നിന്റെ സന്തതിയിലൂടെ ഈ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നീ നിന്റെ ഏകജാതനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തിരസ്കരിക്കായകയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. കണ്ടോ, ഒരു ശപഥം. ആ ശപഥത്തിൻ്റെ പൂർത്തീകരണമാണ് നിന്റെ സന്തതി എന്ന് അവിടെ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ യേശുക്രിസ്തുവാണ് പുതിയ ഉടമ്പടിയുടെ നടത്തിപ്പുകാരനായി ആ ഈശോ പറയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയാണ്. അന്ന് അവിടെ ആ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചത് ഈ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഒരു മുൻ ആയിരുന്നു. അതാണ് അതിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു തന്നെ ബലിയർപ്പിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു. മോഹന്നാൻ മൗന്താന യേശുവിനെ നോക്കി പറയാണ്, ഇതാ പോകുന്നു, ബിഹോൾഡ്. എന്താ, ആരാ പോകുന്നേ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഇതെല്ലാം ആ പഴയ നിയമം പുതിയ നിയമമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, പഴയ നിയമത്തിൽ ആവിഷ്കരിക്കപ്പെട്ടത് പുതിയ നിയമത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ടിപ്പോളജി അല്ലെങ്കിൽ ടൈപ്പോളജിനെ കുറിച്ച് മനസ്സിലാക്കി. ആ ടൈപ്പോളജി, വാഗ്ദാനവും ഉടമ്പടിയും പുറപ്പാട്, പെസഹായും രാജ്യവും ദേവാലയവും വിപ്രവാസവും തിരിച്ചുവരവും. പ്രവാസികളായി അവർ പോയി, എന്നാൽ അവരെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. അവിടെയാണ് ആ ജെറമിയായും വിലാപങ്ങളുടെ പുസ്തകവും ജെറമിയായും എല്ലാം വളരെ മനോഹരമായ അല്ലെങ്കിൽ എന്തോ ഒരു വിസ്മരണീയമായ രഹസ്യങ്ങളാണ് അവയെല്ലാം. പക്ഷെ അതെല്ലാം മറ്റൊരു വിധത്തിൽ ഇന്ന് മനുഷ്യവംശം അന്ധകാരത്തിലൂടെ പാപം എത്ര വലിയ അന്ധകാരത്തിൽ വീണവരായാലും അവരെ അങ്ങനെ ആ ബാബിലോണിൻ്റെ അടിമത്വത്തിലേക്ക് പോയി നാശത്തിൻ്റെ വക്കത്ത് ചെന്നിട്ടും കർത്താവ് വിട്ടുകൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കും. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളെ നവീകരിക്കുന്നതിനും നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയായിരിക്കും. കണ്ടോ, അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ യഥാർത്ഥ അനുഭവമാണ് യേശുക്രിസ്തുവിലൂടെ നമ്മൾ സഭയിൽ ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഈ അവസ്ഥയിൽ മനുഷ്യവംശം മുഴുവനും അതിഭയാനകമായ പാപത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതാണ് 1093. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് 122 പഴയ നിയമം തന്നെ. 122 തിരിച്ചു വരാം. പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വഴിയൊരുക്കുക എന്നതാണ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം
അല്ലെങ്കിൽ ക്രിസ്മസ് കാലഘട്ടങ്ങളിലും അതിനുശേഷമുള്ള വായനകളെല്ലാം നമുക്ക് മനസ്സിലാവും. ആദ്യ വായന പഴയ നിയമത്തിലെ വായനയിലൂടെ ആ ക്രിസ്തുവിൻ്റെ വരവിന് ഉള്ള ആഗമനകാലത്തെ വായനകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം ആഗമനത്തിന്, ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ഉണ്ടോ. എന്താണ് മാലാഖ ആട്ടിടയന്മാർക്ക് കൊടുത്ത സന്ദേശം? സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സദ്വാർത്ത ഉണ്ടോ, സകല ജനത്തിനും വേണ്ടി. അപ്പോൾ പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം എല്ലാ മനുഷ്യരുടെയും. ഇവിടെയാണ് നമ്മൾ കാണുമ്പോൾ ഇന്നും ഒരുപാട് മനുഷ്യർ ക്രിസ്ത്യാനികളെ തന്നെ പീഡിപ്പിക്കുകയും അതിഭയാനകമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാക്കണം, ഇവർക്ക് കൂടി വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയാണ് ഈശോ ദൈവം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം. സകല എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. 702, 763, 708, 2568 അത് പഠിക്കുന്നതിന് മുമ്പ് ആ പാരഗ്രാഫ് മുഴുവനും നമുക്കൊന്ന് വായിക്കാം. അപൂർണങ്ങളും താത്കാലികങ്ങളുമായ പല കാര്യങ്ങളും പഴയ നിയമം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും, അതാണ് പൂർണ്ണമായത് വരുന്നത് പുതിയ നിയമത്തിലാണ്. അപൂർണങ്ങളും താൽക്കാലികങ്ങളും, ടെമ്പറൽ. അബ്രാഹത്തിനോട് പറയാണ്, നീ നടക്കുക, ഞാൻ അവിടെ നിനക്കൊരു ദേശം ഒരുക്കിയിരിക്കുന്നു. തോന്നുമ്പോൾ ദൃശ്യമായൊരു ദേശമായിട്ടാണ്, എന്നാൽ അത് അദൃശ്യമായ അനന്തമായ ദേശത്തിൻ്റെ ഒരു സൂചനയാണ്. താൽക്കാലികങ്ങളായ പല കാര്യങ്ങളും പഴയ നിയമം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പഴയ നിയമ പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തെ സംബന്ധിക്കുന്ന ദൈവിക ബോധന സമ്പ്രദായത്തിന് മുഴുവനും സാക്ഷ്യം വഹിക്കുന്നു. ഈ ലിഖിതങ്ങൾ ദൈവത്തെ സംബന്ധിക്കുന്ന ഉദാത്ത പ്രബോധനത്തിൻ്റെയും മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന രക്ഷാകരമായ വിജ്ഞാനത്തിൻ്റെയും, അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രാർത്ഥനകളുടെയും ആശ്ചര്യകരമായ ഒരു നിക്ഷേപമാണ്. ഈ ലിഖിതങ്ങളിൽ തന്നെ നമ്മുടെ രക്ഷയുടെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു. ഇവിടെ 129 അത് പ്രത്യേകം പറയുന്നുണ്ട്. 129 പറയുന്നത്, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ മാർജിനിലുള്ള പാരഗ്രാഫുകളിലാണ് നിക്ഷേപം. 702 ദൈവത്തിൻ്റെ ആത്മാവും വചനവും വാഗ്ദാനങ്ങളുടെ കാലത്ത്, അതാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ആ കാലഘട്ടം, വാഗ്ദാനത്തിൻ്റെ കാലഘട്ടം. 702 ആദ്യം മുതൽ സമയത്തിൻ്റെ തികവ് വരെ, സമയത്തിൻ്റെ തികവ് വരെ എന്ന് പറഞ്ഞാൽ ഈശോ മനുഷ്യനായി അവതരിപ്പിക്കുന്ന അവസരം വരെ പിതാവിൻ്റെ വചനവും ആത്മാവും ഒന്നിച്ച് നിർവഹിക്കുന്ന ദൗത്യം. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം കേട്ടതാണ്. പിതാവിൻ്റെ വചനവും ആത്മാവും, അതാണ്. അത് വളരെ പ്രത്യേക മാധുര്യമുള്ള ഒരു ആശയമാണ്. വചനവും ആത്മാവും ആരംഭം മുതലേ ഉണ്ട്. പിതാവിൻ്റെ വചനവും ആത്മാവും ഒന്നിച്ച് നിർവഹിക്കുന്ന ദൗത്യം നിഗൂഢമായി നിലകൊള്ളും. എന്നാൽ ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പം നമുക്ക് മനസ്സിലാവും. എങ്കിലും അത് പ്രവർത്തന നിരതമാണ്. നിഗൂഢമായി നിലനിൽക്കുന്നുവെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആദത്തിനോട് സംസാരിക്കുന്നതും, നോഹയോട് സംസാരിക്കുന്നതും, അബ്രാഹത്തോട് സംസാരിക്കുന്നതും എല്ലാം ആത്മാവും
വചനവും ഒന്നിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മിശിഹായുടെ കാലത്തിനായുള്ള ഒരുക്കം നടത്തുന്നു. പ്രൈസ് ദ ലോർഡ്. മിശിഹായുടെ കാലത്തിനായുള്ള ഒരുക്കം നടത്തുന്നു. അവരിരുവരും പൂർണ്ണമായി വെളിവാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവർക്കായി കാത്തിരിക്കാനും അവരുടെ പ്രത്യക്ഷപ്പെടലിൽ അവരെ സ്വാഗതം ചെയ്യാനും വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ് അവർ. ഇക്കാരണത്താൽ സഭ പഴയ നിയമം വായിക്കുമ്പോൾ പ്രവാചകന്മാർ വഴി സംസാരിച്ച ആത്മാവ് ക്രിസ്തുവിനെപ്പറ്റി നമ്മോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അന്വേഷിക്കേണ്ടത്. അതാണ് പഴയ നിയമ വായനകളിൽ നമ്മൾ കുർബാനയിൽ നോക്കാം. ആരാധനാക്രമത്തിൽ പഴയ നിയമ വായനകൾ വായിച്ചു കഴിഞ്ഞ് പുതിയ നിയമ വായന വായിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ കാണാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതാണ് 702. ഇനി 763 യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭ. ഇതും ഒരു ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാലത്തിൻ്റെ തികവിൽ പിതാവിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുക എന്നതായിരുന്നു പുത്രൻ്റെ ദൗത്യം. ഇതിനു വേണ്ടിയാണ് അവിടുന്ന് അയക്കപ്പെട്ടത്. 160 പറയുന്നത് ലൂമൻ ജെൻഷ്യം 3 ലൂമൻ ജെൻഷ്യം. ഇതിനു വേണ്ടിയാണ് അവിടുന്ന് അയക്കപ്പെട്ടത്. സദ്വാർത്ത, അതായത് വിശുദ്ധ ലിഖിതങ്ങളിൽ യുഗങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ ആഗമനം പ്രഘോഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സഭയുടെ ആരംഭം കുറിച്ചു. 161 ലൂമൻ ജെൻഷ്യം. അപ്പോൾ സദ്വാർത്ത, അതായത് വിശുദ്ധ ലിഖിതങ്ങളിൽ യുഗങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ പഴയ നിയമ കാലഘട്ടത്ത് പരിശുദ്ധാത്മാവും വചനവും കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ ആഗമനം പ്രഘോഷിച്ചുകൊണ്ട് കർത്താവായ യേശു തൻ്റെ സഭയുടെ ആരംഭം കുറിച്ചു. അതാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ ആരാണ്? അവതീർണ വചനം, ആത്മാവ്. ആ അവതീർണ വചനവും ആത്മാവും പഴയ നിയമത്തിൽ നിഗൂഢമായി ഇരുന്നത്, ഇതാ വചനം മാംസമായി ജനിച്ചു, മനുഷ്യരോടൊപ്പം വസിക്കുന്നു, അവരോട് പ്രഘോഷിക്കുന്നു. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യത്തിന് തുടക്കമിട്ടു. സഭ എന്നത് രഹസ്യാത്മകമായി ഇപ്പോൾ തന്നെ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭരണമാണ്. അതാണ് സഭ എന്നത്. ഒരു സ്ട്രക്ചറല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയല്ല. ക്രിസ്തുവിൻ്റെ വിസ്മരണീയമായ ആ നയിക്കലാണ്, ഭരണമാണ്. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ. അത് സഭയാണത്, മുടിചൂടി നിൽക്കുന്ന. അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൃശ്യമായിട്ട് കാണുന്ന ചില വ്യക്തികളോ അവരുടെ പ്രവർത്തനങ്ങളോ അവരിലുള്ള കുറവുകളോ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നുമല്ല നമ്മൾ കാണേണ്ടത്. അതെല്ലാം സഭയുടെ ആ മാനുഷിക അവസ്ഥയാണ്. എന്നാൽ ആ മാനുഷിക അവസ്ഥയ്ക്ക് ഉപരിയായിട്ട് ഒരു ദൈവിക അവസ്ഥയുണ്ട്. ആ ദൈവിക അവസ്ഥ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഭരണശൈലി, ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ സഭ ഒരു വിശുദ്ധ ജനവും അതേസമയം പാപികളുടെയും കൂട്ടായ്മയാണ്. പാപികളുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയാണ്. സഭ ഒരു അമ്മയാണ്. അതാണ് മാർപ്പാപ്പ പറയാറുള്ളത്. സഭ ഒരു ബേബി സിറ്റർ അല്ല. ബേബി സിറ്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നമ്മൾ നിർത്തുന്നു, കുഞ്ഞിനെ ഉറക്കുന്നു. എന്നാൽ സഭ അങ്ങനെ കുഞ്ഞിനെ ഉറക്കുന്ന ബേബി സിറ്റർ അല്ല. സഭ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുകയും ചെയ്യുന്ന
ഒരമ്മയാണ് സഭ. ആ അമ്മ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ആ കുഞ്ഞുങ്ങളിൽ കുറവുകളുണ്ടായാലും പാപികളായാലും അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആ സഭ എന്നത് രഹസ്യാത്മകമായി ഇപ്പോൾ തന്നെ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭരണമാണ്. ഓക്കെ, കമ്മിങ് ടു 708. 708 ദൈവികമായ ഈ ബോധന രീതി നിയമത്തിൻ്റെ ദാനത്തിൽ സവിശേഷമായി പ്രത്യക്ഷമാക്കപ്പെടുന്നു. അതാണ് കൽപ്പനകൾ. എങ്ങനെയാണ് ദൈവം നമുക്ക് നിയമങ്ങൾ നൽകിയത്? ദൈവികമായ ഈ ബോധന രീതി നിയമത്തിൻ്റെ ദാനത്തിൽ സവിശേഷമായി പ്രത്യക്ഷമാകുന്നു. എക്സോഡസ്, അതാണ് പുറപ്പാട് 19:20, നിയമാവർത്തനം 1:11, 29:30. ഇതെല്ലാം ദൈവം തൻ്റെ ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു പ്രബോധകനായി നിയമം നൽകി. 73 ഗലാത്യലേഖനം 3:24. ഗലാത്യലേഖനം 3:24 നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ നിയമം ഒരു പാലകനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ ആണ് നിയമം. ഗലാത്തി അധ്യായം 3:24. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദൈവം തൻ്റെ ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു പ്രബോധകനായി നിയമം നൽകി. എന്നാൽ ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടവനും നിയമം നൽകുന്ന വർദ്ധമാനമായ പാപബോധമുള്ളവനുമായ മനുഷ്യനെ രക്ഷിക്കാൻ നിയമം അസക്തമാണ്. നിയമത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടവനും നിയമം നൽകുന്ന വർദ്ധമാനമായ പാപബോധമുള്ളവനുമായ മനുഷ്യനെ രക്ഷിക്കാൻ നിയമം അശക്തമാണ് എന്ന വസ്തുത പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഗ്രഹത്തെ ഉജ്ജീവിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളിലുള്ള വിലാപങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനെ പാപബോധമുണ്ടാക്കും നിയമത്തിലൂടെ. പാപബോധം, അതാണ് റോമ 3:20 പറയുന്നത്. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവരും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതുമാണത്. അപ്പോൾ നിയമത്തിലൂടെ നമുക്ക് കിട്ടുന്നത് പ്രബോധനം, പാപബോധം. പക്ഷേ ഒരാളുടെ രക്ഷയ്ക്ക് നിയമം അശക്തമാണ്. രക്ഷ ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്, കൃപയിലൂടെയാണ് എന്ന വസ്തുത അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. തുടർന്ന് നമ്മൾ കാണേണ്ടത് 2568 എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമാണ്. 2568 പ്രാർത്ഥനയുടെ വെളിപാട് പഴയ നിയമത്തിൽ. അതാണ് പ്രധാനം. പഴയ നിയമഗ്രന്ഥത്തിൽ 2568 പഴയ നിയമഗ്രന്ഥത്തിൽ മനുഷ്യൻ്റെ പതനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഇടയിലാണ് പ്രാർത്ഥനയുടെ വെളിപാടുണ്ടാകുന്നത്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ ഭയങ്കര രഹസ്യമാണ് കേട്ടോ. മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയിലും ദൈവസ്വരം അവന് കേൾക്കാം. ഞാൻ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ബോധ്യമാണിത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യമായിട്ട് മാത്രം ചിന്തിക്കരുത്.
ദൈവത്തെ ശ്രവിക്കണം നമ്മൾ. ഈ ഒരു ഭാഗം അത് വളരെയധികം നമുക്ക് ബോധ്യം തരും. ഉത്ഭവപാപം മൂലം ദൈവത്തിൽ നിന്നും മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ആദത്തിനും ഹവ്വയ്ക്കും ദൈവത്തെ ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ശ്രവിക്കാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിക്കണം. അതാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന ദൈവത്തിൻ്റെ ആദ്യ മക്കളോടുള്ള ചോദ്യത്തിൻ്റെയും ലോകത്തിലേക്ക് വന്ന അവിടുത്തെ ഏകജാതൻ അതിന് നൽകിയ പ്രത്യുത്തരത്തിൻ്റെയും. അപ്പോൾ ഇതിന് പ്രത്യുത്തരമായിട്ടാണ് പുതിയ നിയമത്തിൽ ഈശോ പറയുന്നത്, ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു. എബ്രായർ 10:5-7. പ്രത്യുത്തരത്തിൻ്റെയും ഇടയിലാണ് സംഭവിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ പതനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഇടയിലാണ് പ്രാർത്ഥനയുടെ വെളിപാടുണ്ടാകുന്നത്. ദൈവമേ, അങ്ങയുടെ തിരുഹിതം നിർവഹിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. ആ ഏകജാതൻ അതിന് നൽകിയ പ്രത്യുത്തരത്തിൻ്റെയും ഇടയിലാണ് സംഭവിച്ചത്. ചരിത്ര സംഭവങ്ങൾക്കിടയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ പുലർത്തുന്ന ബന്ധമെന്ന നിലയിൽ മാനവ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഭാഗം ഒന്നുകൂടി വായിക്കാം. 122 തിരിച്ചു വരുന്നു. ഈ ലിഖിതങ്ങൾ ദൈവത്തെ സംബന്ധിക്കുന്ന ഉദാത്ത പ്രബോധനത്തിൻ്റെയും മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന രക്ഷാകരമായ വിജ്ഞാനത്തിൻ്റെയും, അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം, പ്രാർത്ഥനകളുടെയും സങ്കീർത്തനങ്ങളും ആശ്ചര്യകരമായ ഒരു നിക്ഷേപമാണ്. ഞാൻ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം വാചാലനായി പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥനാ ലഹരി നമുക്കുണ്ടാകും. പ്രാർത്ഥന ഒരു ലഹരിയാണ്. ആ പ്രാർത്ഥന നമ്മൾക്ക് നമ്മളുടെ ആത്മാവിൽ, പരിശുദ്ധാത്മാവി സങ്കീർത്തനങ്ങൾ ഇങ്ങനെ മെലോഡിയായിട്ടിങ്ങനെ ആരോ പാടുന്ന മാതിരി നമുക്ക് തോന്നും. 123 ഖണ്ഡികയിലേക്ക് തിരിച്ചു വരുന്നു. ക്രിസ്ത്യാനികൾ പഴയ നിയമത്തെ യഥാർത്ഥ ദൈവവചനമായി ആദരിക്കുന്നു. അതാണ്, യഥാർത്ഥ ദൈവവചനമായി തന്നെ ആദരിക്കുന്നു. ഇനി പറയാൻ പോണത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പുതിയ നിയമം പഴയ നിയമത്തെ റദ്ദാക്കിയെന്ന നാട്യത്തിൽ പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതിയെ മാർസിയോണിസം സഭ എന്നും ശക്തമായി ചെറുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പഴയ നിയമത്തെ യഥാർത്ഥ ദൈവവചനമായി ആദരിക്കുന്നു. പുതിയ നിയമം പഴയ നിയമത്തെ റദ്ദാക്കിയെന്ന നാട്യത്തിൽ പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതിയെ സഭ എന്നും ശക്തമായി ചെറുത്തിട്ടുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്നു. നമ്മുടെ സമയം കഴിയാറായെങ്കിലും ഈ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമ്മൾ ബാക്കി അതിൻ്റെ വിശദാംശം അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോകാം. 124 പുതിയ നിയമം. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക ശക്തിയായ ദൈവവചനം. അതേതാണ് വചനം? എല്ലാവർക്കും അറിയാം. റോമാക്കാർക്ക് ഇത് ലേഖനം 1-ാം 16-ാമത്തെ വചനമാണ്. സുവിശേഷം ദൈവശക്തി, അത് രക്ഷയിലേക്ക് നയിക്കും. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവശക്തിയായ ദൈവവചനം, അതാണ് പുതിയ നിയമം. പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ അതിമനോഹരമായി അവതരിക്കപ്പെടുകയും അതിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും
രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക ശക്തിയായ ദൈവവചനം പുതിയ നിയമഗ്രന്ഥങ്ങളിൽ അതിമനോഹരമായി അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ ലിഖിതങ്ങൾ ദൈവാവിഷ്കരണത്തിൻ്റെ പരമമായ സത്യം നമുക്ക് പകർന്നു തരുന്നു. 96 അതെല്ലാം ദൈവർഭം. രണ്ടാം വത്തിക്കാൻ സിനോഡോസിൻ്റെ പ്രബോധനം. ഈ ലിഖിതങ്ങൾ ദൈവാവിഷ്കരണത്തിൻ്റെ പരമമായ അൾട്ടിമേറ്റ് ഏറ്റവും വലിയ ആ രഹസ്യത്തെ നമുക്ക് പകർന്നു തരുന്നു, സത്യം പകർന്നു തരുന്നു. അവയുടെ കേന്ദ്ര പ്രമേയം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവും അവിടുത്തെ പ്രവൃത്തികളും പ്രബോധനവും പീഡാനുഭവവും മഹത്വീകരണവും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ രൂപം കൊണ്ട അവിടുത്തെ സഭയുടെ സമാരംഭവുമാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് അവയുടെ കേന്ദ്രപ്രമേയം. എന്താണ് പുതിയ നിയമത്തിൻ്റെ കേന്ദ്രപ്രമേയം? മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവും അവിടുത്തെ പ്രവൃത്തികളും പ്രബോധനവും. അതാണ് നമ്മൾ ക്രിസ്ത്യാനി പ്രഘോഷിക്കേണ്ടത്. അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ക്രിസ്തു ശിഷ്യരാണ്. അപ്പോൾ ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഈ പഴയ നിയമത്തിലൂടെ രൂപപ്പെട്ട ആ പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിൽ മകുടമണിയുന്നു. യേശുക്രിസ്തുവിലാണ് അതിൻ്റെ പൂർണ്ണത. അവിടുത്തെ മനുഷ്യാവതാരം, ദൈവപുത്രനായ യേശുക്രിസ്തുവും അവിടുത്തെ പ്രവൃത്തികളും പ്രബോധനവും പിന്നെ പീഡാനുഭവവും മഹത്വീകരണവും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ രൂപം കൊണ്ട അവിടുത്തെ സഭയുടെ സമാരംഭവുമാണ്. 125 നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിൻ്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യം എന്ന നിലയിൽ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾക്ക് മുഴുവൻ്റെയും ഹൃദയമാണ്. ഇതാണ് ഇനി വിശദമായിട്ട് പഠിക്കേണ്ടത്. 515 അത് നമുക്ക് നാളെ പഠിക്കാം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച കാര്യം ഒരു നിമിഷം പെട്ടെന്നൊന്ന് ഓർക്കാം. നമ്മൾ പഴയ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ആ പട്ടിക, പഴയ നിയമ പുസ്തകങ്ങൾ, പുതിയ നിയമ പുസ്തകങ്ങൾ, അതിനുശേഷം പഴയ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ കാനോൻ എല്ലാം സഭ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ആ പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ നമ്മൾ തുടർന്ന് പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്മളുടെ ഈ രക്ഷാകര രഹസ്യങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ കൽപ്പനകൾ നമുക്ക് ലഭിച്ചു എങ്കിലും ആ കൽപ്പനകൾ ക്രിസ്തു വരുന്നത് വരെ ഒരു പാലകനായിട്ടാണ്. ഗലാത്യ ലേഖനം 3:24 നമ്മൾ കേട്ടു. ഗോഡ് ബ്ലെസ് യു.